പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ ഫ്ലവേഴ്സ് ഉരുകൂടിയിൽ വന്ന നിഖിൽ വിനോദിൻ്റെ കാര്യം. തിരുവനന്തപുരം സെൻറ് തോമസ് സ്കൂളിലെ മുക്കോലക്കൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് നിഖിൽ വിനോദ്. വളരെ അകാലത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു കുടുംബത്തിൻ്റെ നാഥനാകേണ്ടി വന്ന ആളാണ് നിഖിൽ വിനോദ്. മുഴുവൻ ഭാരവും നിഖിൽ വിനോദിൻ്റെ തലയിലാണ്. ഓട്ടിസം ബാധിച്ച സഹോദരൻ, അതേപോലെ അസുഖം ബാധിച്ച അമ്മ, ഇവരെയെല്ലാം കൊണ്ടു നടക്കുന്ന, ഇവരുടെ എല്ലാം ഗൃഹനാഥനായി മാറിയ നിഖിൽ വിനോദ് ഇപ്പോൾ സിനിമയിൽ വേഷമിടുന്നു. ഷെബി ചൗക്കട്ട് സംവിധാനം ചെയ്യുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന സിനിമയിലാണ് നിഖിലിന് അഭിനയിക്കാൻ അവസരം കിട്ടിയത്. ഫ്ലവേഴ്സ് ഉരുകൂടിയിൽ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് നിഖിൽ വിനോദ് വെളിപ്പെടുത്തിയിരുന്നു. ഇത് കേട്ട സംവിധായകൻ സിനിമയിലേക്ക് ക്ഷണിക്കുകയത് മാത്രമല്ല, ഈ വീടിൻ്റെ ചെലവുകളും മറ്റുള്ള ചുമതലകളും ഒക്കെ തന്നെ 24ൻ്റെ ചെയർമാൻ ആലിംഗൽ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. ആലിംഗൽ മുഹമ്മദിൻ്റെ ഗൾഫിലെ സൗദി അറേബ്യയിലെ ഓഫീസിൽ നിന്നും സഹായങ്ങൾ പ്രവഹിച്ചു തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ആ ഒരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ ആ സിനിമയിൽ നിഖിൽ വിനോദ് അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ വിശദാംശങ്ങൾ ഇതാണ്. യഥാർത്ഥത്തിൽ നിഖിൽ ഈ വീടിൻ്റെ ചുമതലയെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നതാണോ, അത് നിഖിൽ സ്വയം തീരുമാനിച്ച് ഏറ്റെടുത്തതാണോ? ഏറ്റെടുക്കേണ്ടി വന്നതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ നോക്കാനോ അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരം സ്വദേശിയാണ് +2 വിദ്യാർത്ഥിയായ നിഖിൽ വിനോദ്. പാർക്കിൻസൺസ് രോഗിയായ അമ്മയ്ക്കും ഓട്ടിസം ബാധിച്ച അനുജനും കൈത്താങ്ങായി മാറിയ നിഖിൽ വിനോദ് ഫ്ലവേഴ്സ് ഉരുകൂടിയിൽ പങ്കെടുത്തിരുന്നു. പ്രജീവ മൂവീസിന്റെ ബാനറിൽ പ്രജീവ് സത്യവർദ്ധൻ നിർമ്മിച്ച് ഷെബി ചൗഖട്ട് സംവിധാനം ചെയ്യുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന ചിത്രത്തിലാണ് നിഖിൽ വിനോദ് അഭിനയിക്കുന്നത്. BK ഹരിനാരായണൻ വരികൾ എഴുതി മെജോ ജോസഫ് ഈണമിട്ട് വിനീത് ശ്രീനിവാസനും അഫ്സലും പാടിയ ഗാനരംഗത്തിലാണ് നിഖിലുള്ളത്. ഷാജി കൈലാസ് ആനി ദമ്പതികളുടെ ഇളയ മകൻ റുഷിൻ ഷാജി കൈലാസാണ് ചിത്രത്തിലെ നായകൻ. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. കൺഗ്രാറ്റുലേഷൻസ് നിഖിൽ.